നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോനെ, നമ്മുടെ വിശ്വംഭരം വന്നിരുന്നു. ബ്രോക്കറെ ആലോചന വല്ലതും കൊണ്ടുവന്നു. പയ്യന്റെ ഫോട്ടോ ആണോ? പയ്യന്റെയോ? പയ്യന്റെ അല്ല, പെൺകുട്ടിയുടെ. മോനെ, ആലോചന നിനക്കാ. എനിക്കോ? അമ്മാവ, എനിക്ക് പെണ്ണ് നോക്കാൻ അയാളോട് ആരാ പറഞ്ഞത്? എടാ, നീ എന്നെ നോക്കി പേടിപ്പിക്കുകയൊന്നും വേണ്ട. ഞാൻ അവനോട് പറഞ്ഞിട്ടൊന്നുമില്ല. എടാ, നല്ല കുട്ടിയാ, നീ ഒന്ന് നോക്ക്. എടാ മോനെ, എടാ നല്ല പഠിപ്പുണ്ട്, റാങ്ക് മേടിച്ച കുട്ടിയാണത്. അമ്മാവ, വീണയുടെ കല്യാണം കഴിയാതെ എന്റെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കണ്ട. അത് മതി. നിനക്കിഷ്ടപ്പെട്ട പറഞ്ഞുറപ്പിച്ചു വെക്കാലോ. എന്നോ മഴ പെയ്യുന്നതിന് ഇന്ന് കൂടെ പിടിക്കേണ്ട കാര്യമുണ്ടോ അമ്മാവ? എടാ, നീ ഒന്ന് നോക്ക്. വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട. വീണയുടെ കല്യാണം ആദ്യം കഴിയട്ടെ. ആൺകുട്ടികൾ ഉത്തരവാദിത്തം കഴിഞ്ഞിട്ട് കെട്ടിയാ മതിയെന്നാണല്ലോ. അല്ല, അങ്ങനെയല്ലേ പണ്ടത്തെ ആചാരം. എന്നാ അങ്ങനെ തന്നെ ആവട്ടെ. ഇത് ഇവനാണോ അമ്മാവൻ, അതോ ഞാനാണോ അമ്മാവൻ? നാളെ പെണ്ണ് കാണാൻ പറ്റുമെന്ന് വിശ്വപരം ചോദിച്ചായിരുന്നു. ഞാൻ സമ്മതിക്കുകയും ചെയ്തു. അത് അയാളെ വിളിച്ചങ്ങ് പറഞ്ഞാ മതി. എന്തായത്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലടി ഇതുപോലത്തെ ഡ്രസ് ഇട്ടോണ്ട് എന്റെ വീട്ടിലേക്ക് വരരുതെന്ന്. ഞാൻ തന്നെ കാണാൻ വന്നതല്ല, ആന്റിയും ജ്യോതിയും കാണാൻ വന്നതാ. ആരെ കാണാനായാലും ഈ വേഷം കെട്ടൊന്നും ഇവിടെ നടക്കില്ല. പോ നോക്ക്. പോ 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 പോ. അല്ല, താനെന്താ വല്ല കാട്ടുജാതിയാണോ? ഇപ്പോഴത്തെ കാലത്തെ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ താൻ? പെണ്ണുങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ നിന്നെ ഞാൻ ആ കൂട്ടത്തിൽ പെടുത്തിട്ടില്ല. ഓ, നിന്നെ പോലെ ഒരു അയൽക്കാരി ഉണ്ടാവുന്ന തന്നെ മാന്യതയുള്ളൊരു കുടുംബത്തിന് നാണക്കേടാടി. മോഡലിംഗിന്റെ പേരും പറഞ്ഞ് നിന്റെ താവളത്തിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്നേ എനിക്കറിയാം. ലുക്ക്, എന്റെ പ്രൊഫഷൻ എന്തെങ്കിലും പറഞ്ഞ എന്റെ സ്വഭാവം മാറും കേട്ടോ. ഓഹോ, താൻ എന്താ കരുതിയിരിക്കുന്നത്? വേൾഡ് ഫേമസ് സെലിബ്രിറ്റീസ് എത്ര പേരുണ്ടെന്ന് അറിയോ? മോഡൽസ്. അവരുടെ മുമ്പിൽ ഒന്ന് ചെന്ന് നിൽക്കാൻ പറ്റുമോ തനിക്ക്? അറ്റ്ലീസ്റ്റ് അവരെ ഒന്ന് കാണാൻ പറ്റുമോ? ഒരുത്തിയെ കാണാൻ എനിക്ക് താല്പര്യമില്ലടി. ലോക്കൽ ആയാലും സെലിബ്രിറ്റി ആയാലും പെണ്ണുങ്ങൾക്ക് ഞാൻ വരച്ചിരിക്കുന്ന ഒരു ലക്ഷ്മണ രേഖയുണ്ട്. അതിന് പുറത്തു പോകുന്നവരെയൊന്നും എനിക്ക് ബഹുമാനിക്കേണ്ട ഒരു കാര്യമില്ല. അത് ഏത് കൊടി കുത്തിയ മേനകയായാലും സാറയാണേലും. എന്താ രണ്ടാളും കൂടി ഒരു പ്രശ്നം? എന്താ മോനെ? ഏയ്, ഒരു പ്രശ്നമില്ല അമ്മേ. ഇന്നമ്മയ്ക്ക് നാരായണ പൂജയല്ലേ? അതെ. അപ്പൊ ഒരു സാരിയോ സെറ്റുമുണ്ടോ എടുത്ത് വന്നാ പോരായിരുന്നോന്ന് ഞാൻ അവളോട് ചോദിക്കായിരുന്നു. അങ്ങനെയൊന്നും അല്ല ആന്റി. മോനെ, ഈ വേഷത്തിന് ഒരു കുഴപ്പമില്ല. എന്നാലും അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. എന്റെ പൂജാകാര്യങ്ങളിലൊക്കെ ഇവന് വല്ലാത്ത ശ്രദ്ധയാ. വാ മോളെ. പോടാ. വിശ്വംഭര, താനെന്താ എന്റെ ബൗണ്ടറിയില്? എന്ത് ബൗണ്ടറിയാടോ? ഈ മാട്രിമോണി സൈറ്റുകാര് കാരണം കഞ്ഞികുടി മുട്ടണ മട്ട. ഒരു ചായ. പുതിയ പിള്ളേർക്കാണെങ്കിൽ കല്യാണത്തിലെ വിശ്വാസമില്ല. ഇനി ഈ പ്രായത്തില് വേറെ എന്ത് പണി കണ്ടുപിടിക്കാനാ? അത് ശരിയാ. കൊള്ളാവുന്ന വീട്ടിലൊരു ചെറുക്കനുണ്ട്. അച്ഛൻ മിലിറ്ററിയിലാ.
പയ്യന് ബിസിനസ്സാ. ഒരു പെങ്ങള് മാത്രമേ ഉള്ളൂ. പറ്റിയ പെമ്പിള്ളേരെ ആരേലും ഉണ്ടോ? നമ്മൾ കണ്ട സമയം കൊള്ളാലോ വെറുതാ. പറ്റുമോ നോക്ക്. ഇപ്പൊ കയ്യിൽ വന്നതേ ഉള്ളൂ. ഇതെപ്പോ നടന്നു എന്ന് ചോദിച്ചാ പോരെ. വിശ്വംബര, വിശ്വംഭരൻ ഒരു കാര്യം ഏൽപ്പിച്ച ദേന്നല്ല ചേട്ടാ. എനിക്ക് ആ വിശ്വാസം ഉണ്ടല്ലോ വിശ്വംബര. നാളെ 11 മണിക്ക് ചെറുക്കം പെണ്ണ് കാണാൻ വരും. ആണോ? അല്ല വിശ്വംബര, നല്ല കൂട്ടരാണോ? നല്ലതല്ലാത്തൊരു കാര്യവും പറഞ്ഞ് സുജാത മേഡത്തിനെ ഞാൻ വിളിക്കുവോ? നാളെ 11 മണിക്ക് നിങ്ങൾ എത്തിക്കോ. ഈ കുട്ടിയെ മേഡത്തിന് ഇഷ്ടപ്പെടും, ഉറപ്പാ. എന്നാ ശരി. അപ്പോ എന്റെ സൈഡ് ഓക്കെ. എന്റെ സൈഡും ഡബിൾ ഓക്കെയാ. നിന്നോട് ഇതാരാ പറഞ്ഞേ? ആ ബ്രോക്കർ തന്നെ രാവിലെ അയാളെ വിളിപ്പിച്ച് നിത്യയുടെ ജാതകവും കൊടുപ്പിച്ചു. ഓഹോ, അപ്പൊ ഏട്ടൻ കരുതി കൂട്ടി തന്നെ ഇറങ്ങിയിരിക്കുക. നിത്യ എനിക്ക് കിട്ടില്ലേ അമ്മേ? നിത്യ ഞാനിവിടെ വെട്ടി പുഴുങ്ങി അടുപ്പത്ത് വെച്ചിരിക്കുമല്ലേ, നീ ചോദിക്കുമ്പോ വിളമ്പി തരാൻ. ബ്രോക്കർ കല്യാണാലോചനയൊക്കെ കൊണ്ടുവന്നോട്ടെ. അതെങ്ങനെയാ മുടക്കണ്ടേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവളെ നിനക്കുള്ളതാ. എത്ര നാള് കാത്തിരിക്കേണ്ടി വന്നാലും അതങ്ങനെയേ സംഭവിക്കും. അമ്മ എനിക്ക് വിശ്വാസ. അമ്മ പറഞ്ഞ എന്ത് കാര്യ സാധിക്കാത്ത? അച്ഛനും മോളും കൂടി ഊഞ്ഞാല് കെട്ടി ഒരുപാട് ഉയരത്തിൽ ആടിക്കോട്ടെ. സമ്മാനം വാങ്ങിക്കാൻ മണ്ണിലിറങ്ങണമല്ലോ. സമ്മാനം കൊടുക്കുന്നത് ഞാനാ. രണ്ടിനെയും കഴുത്തിൽ കുരുക്കിട്ട് വരിക്കാനുള്ള മാർഗം എനിക്കറിയാം. മതി അമ്മേ. ദൈവങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരു അതിരില്ലേ? കേളി കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. ഏട്ടൻ ഇറങ്ങിയോ? ഏട്ടാ, எப்படி இருக்கம்மா? நல்லா இருக்கா? ആഹാ, ശരവണൻ കലക്കിയിട്ടുണ്ടല്ലോ. என்னம்மா, ശരവണനാണോ അമ്മ പെണ്ണ് കാണാൻ പോകുന്നേ? எனக்கு இப்பதாண்டே குறை கழிஞ்சு போதும். என்னம்மா வெக்கமா வருது? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.